ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇച്ചിരി ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, വാട്സപ്പ്, യൂട്യൂബ് അതിലൊക്കെ വന്ന കമൻസ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഒരുപാട് പേർക്ക് കുറേ പരിഭവങ്ങളൊക്കെ ഉണ്ട്. കുറേ മെസ്സേജസ് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ കൊടുക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് തിരക്കായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് റിപ്ലൈ ഒന്നും തരാഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗിലോട്ട് പോവാം. മക്കൾക്കിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഫുൾ ടൈം വീട്ടിൽ ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഏത് നേരം കരച്ചിലായിരിക്കും. റൂഹിമോളെ കരച്ചിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുക. റോസ് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പം ഉച്ചത്തെ ലഞ്ചിൻ്റെ വീഡിയോസൊക്കെയാണ് ഈ കാണുന്നത്. അത് ഉണ്ടാക്കുന്നൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇൻസ്റ്റഗ്രാമിലോട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റെസിപ്പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ഞാൻ ഓൾറെഡി ഈ റെസിപ്പീസൊക്കെ യൂട്യൂബിൽ ഷെയർ ചെയ്തുകൊണ്ട്. അപ്പോൾ അതാ മക്കൾ നല്ല കളിയിലാണ്. ഫുൾ ടൈം ടി വിയും മൊബൈലും കണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കാട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഭയങ്കര എല്ലാ ടോയ്സും എടുത്തിട്ട് പരത്തിയിടുന്നുണ്ടായിരുന്നു. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പി ആയിട്ടോ. മട്ടൻ കറി റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാട്ടോ. അപ്പോൾ അതിനായിട്ട് മട്ടൻ ഒരു 1/2 kg എടുത്തിട്ടുണ്ട്. അതിലോട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു റെസിപ്പി ഇതേപോലെ തന്നെ ചിക്കൻ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പം ഒരു 2 സവോള വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതും, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഒരു 2 ചെറുത്, ഇതെല്ലാം കൂടി ബ്ലെൻഡറിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു മട്ടൺ മാരിനേറ്റ് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുക്കർ ചൂടാക്കിയെടുക്കുക. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പണ്ട് എനിക്കുമുള്ളൊരു കൺഫ്യൂഷനായിരുന്നു വലിയ ജീരകവും ചെറിയ ജീരകവും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് 1/2 ടീസ്പൂണ് വലിയ ജീരകം കേട്ടോ, അതായത് പെരുംജീരകം, ഫെനൽ സീഡ് എന്നൊക്കെ പറയും. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവ, ഒരു നുള്ളു മതി കേട്ടോ. പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂണ്, മല്ലിപ്പൊടി 2 ടീസ്പൂണ്. ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അതൊന്ന് ചേർത്തിട്ടൊന്നും ഇങ്ങനെ വഴറ്റിയെടുത്ത ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് വെച്ചിട്ടുള്ള മട്ടനും ആ ഒരു മാരിനേഷൻ എല്ലാം കൂടി അവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക. കാരണം ഈ മുളക് പൊടിയൊക്കെ വെളിച്ചെണ്ണയിലൊന്നും ഇങ്ങനെ വറവിട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു മണമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഉപ്പ്, കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മട്ടനെ പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. ഒരു 3 വിസിൽ വരുന്ന വരെ, അല്ലെങ്കിൽ 4 വിസിൽ വരുന്ന വരെ. അതായത് നമ്മൾ മട്ടൻ്റെ വേവിനനുസരിച്ച് വേണം നമ്മൾ എത്ര വിസിൽ വേണം, എത്ര ടൈം കുക്ക് ചെയ്യണം എന്നൊക്കെ നോക്കാൻ. അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന മട്ടൻ പലതായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മാലി അവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ഇതിലോട്ടുള്ള. പിന്നെ ഇങ്ങനെ മട്ടൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളാട്ടോ. അത്ര തന്നെ ഉള്ളൂ. അത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറി റെഡിയായി. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഒരു സൈഡ് ഡിഷും കൂടി ഉണ്ടാക്കുന്നുണ്ട്. സൈഡ് ഡിഷ് അല്ല, മട്ടൻ ഇക്ക കഴിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിവർ ഇക്കൊക്കെ കഴിക്കാം. അപ്പോൾ ലിവർ വെച്ചിട്ട് നല്ലൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ലിവർ ചിക്കൻ ലിവറോ മട്ടൻ ലിവറോ ബീഫ് ലിവറോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ ലിവറാണ്. ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ്. പിന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കേട്ടോ, ക്യുമിൻ സീഡ്. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 10-15 ചെറിയ ഉള്ളി, ഇതുപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ലിവറിലോട്ട് ഈ ഒരു പേസ്റ്റ് തേച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ പിന്നെ പെട്ടെന്ന് കുക്കാവുന്നതല്ലേ ഈ ലിവർ. അപ്പം ഒരുപാട് വെള്ളമാകുമ്പോൾ ഗ്രേവി ആയി പോവും. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ ലിവർ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇതുപോലെ ചട്ടിയിലിട്ടിട്ട് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മട്ടൻ കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയാണ്. ഇതിൽ ഈ സവോളൊക്കെ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്തുകൊണ്ട് തന്നെ അതിൻ്റെ സ്മെല്ല് വരും. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. അത്രയും നേരം കുക്ക് ചെയ്യുമ്പോൾ എങ്ങനെയായാലും എല്ലാം നല്ല പെർഫെക്റ്റ് ഫ്ലേവറും ടെക്സ്ചറൊക്കെ ആയിരിക്കും. അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. ഇനി ഇത് വറവിട്ട് കൊടുക്കാണ്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളപ്പിച്ചെടുക്കാണ്ട് വെള്ളം ഒഴിച്ചത് ചൂടുവെള്ളം കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം മട്ടൻ കറി വറവിട്ട് കൊടുക്കാണ്ട് അതിന് മുമ്പ് നമ്മുടെ ലിവർ എങ്ങനെയുണ്ട് നോക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ലിവറിന് അധികം വേവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്യുക. അങ്ങനെ വെന്ത് കുഴയണ്ട, അതായത് ഉടച്ചെടുക്കരുത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. കഴുകുന്ന സമയത്തും ലിവർ ശ്രദ്ധിക്കണം, ഉടയാൻ പാടില്ല.
വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. വലിയ പീസ് ലിവറൊക്കെ ആണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്തിട്ട് വറവിട്ടിട്ട് രണ്ടിലോട്ടും ചേർക്കുന്നുണ്ട് കേട്ടോ. ലിവറിലോട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മുടെ കറിയിലോട്ടും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് മട്ടൻ കറി റെഡിയായി. ഇതിൽ സവോള വഴട്ടാനോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാനോ തക്കാളി വഴട്ടെടുക്കാനോ ഒന്നും നേരം കളയണ്ട. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മട്ടൻ കറിയാണ്. അതുപോലെ നമ്മുടെ ലിവറും അവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മാലി എല്ലാം റെഡിയാക്കി നമ്മൾ ടേബിളിൽ സെറ്റാക്കിയിട്ടുണ്ട്. റൂമോൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മാലി കുറച്ച് ലേറ്റായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരം കുറച്ച് നേരത്തെ നമ്മൾ ഡിന്നറൊക്കെ കഴിക്കും കേട്ടോ. അതുപോലെ നമ്മൾ ലിവർ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അതിൽ വേറെ സംഭവങ്ങളൊന്നും നിങ്ങൾ ചേർക്കരുത്, തക്കാളി ഒന്നും ചേർക്കരുത് കേട്ടോ ലിവറിലോട്ട്. ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കൂ, ഭയങ്കര ടേസ്റ്റാണ്. അത് ഞാൻ ഗ്യാരണ്ടി. ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ലിവറിൻ്റെ ഇതുപോലെ ഉണ്ടാക്കുന്ന. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതുപോലെ ഈ ഒരു മട്ടൻ കറി എന്തായാലും ഉണ്ടാക്കി നോക്കാം. ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ എനിക്ക് പേഴ്സണലി ലിവർ ഞാൻ കഴിക്കില്ല, എനിക്ക് അധികം ഇഷ്ടമൊന്നുമില്ല. എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. ആ ഒരു ഗ്രേവി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് കഴിക്കുമ്പോൾ എന്തോ പോലെയാണ്. പക്ഷേ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിവർ കഴിക്കുന്നത് കേട്ടോ. ഇവിടെ ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇക്കാക്ക് ലിവർ ഇടയ്ക്ക് കഴിക്കും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ ലിവറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമുള്ളവർ എന്തായാലും ഇതുപോലെ ലിവർ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ വൈകിട്ട് പുറത്തൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ്. പ്രൊമോഷണൽ വീഡിയോ ആണെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് പല്ല് റിലേറ്റഡ് ട്രീറ്റ്മെൻറ്റ്സൊക്കെ UAE ചെയ്യുന്നവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. UAE ഡെൻ്റൽ കെയർ എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല ചാർജാണ്. ഇത് റിലേറ്റഡ് ആയിട്ട് ഇവിടെ ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ പോകുന്നവർക്ക് അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും. അപ്പം ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 1994 ക്ലിനിക്കാണ്. ഷൗറൂഖ് പോളിക്ലിനിക് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് അജ്മാനിലാണ്. 30 വർഷമായിട്ട് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലിനിക്കാണ്. അപ്പോൾ ഇവിടെ ഓർത്തോഡോണ്ടിക് ഡിപ്പാർട്ട്മെൻറ്റ് കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അജ്മാൻ ലുലു സെൻറ്ററിൻ്റെ അടുത്ത് ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അഹല്യ ആൻഡ് മലബാർ ഗോൾഡ് ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിലാണ് കേട്ടോ, ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവരാട്ടോ എന്നെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ ഉപ്പ തുടങ്ങി വെച്ചിട്ടുള്ളൊരു ക്ലിനിക്കാണിത് 1994. അപ്പം ഇത്രയും ഇയേഴ്സ് ഫങ്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് വീക്കെൻഡിലായിരുന്നു, അതുപോലെ രാത്രിയിലും കൂടിയാണ്. കാരണം നമുക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യമൊക്കെ വേണമല്ലോ. അപ്പോൾ ഇവിടുത്തെ ഡോക്ടേഴ്സിനൊക്കെ നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഇവിടുത്തെ ഓർത്തോഡോണ്ടിക് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓർത്തോഡോണ്ടിസ്റ്റിനെ കാണാം, ഡോക്ടർ ജുനൈദിനെ. റീനുവിൻ്റെ പല്ലിൽ ബ്രേസസ് ഇട്ടിട്ടുണ്ടല്ലോ, അതിന് ശേഷമാണ് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഈ പല്ലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സ് വേറെയും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത്. നമ്മൾ പല്ലിൻ്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ പോയിട്ട് ഒരു ഡെൻറ്റിസ്റ്റിനെ കാണുക. പക്ഷേ ഇതുപോലത്തെ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ കാണേണ്ടത് ഓർത്തോഡോണ്ടിസ്റ്റിനെ കേട്ടോ. അപ്പം ഇത് ഡോക്ടർ ജുനൈദ്, ഇവരാണ് ഇവിടുത്തെ ഓർത്തോഡോണ്ടിസ്റ്റ്. വീക്ക്ലി ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ കേട്ടോ. വൺസ് ഇൻ എ വീക്കാണ് ഈ ഒരു ഡോക്ടർ ഇവിടെ വരുന്നത്. ഡോക്ടർക്ക് 11 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഫീൽഡിൽ. NMCയിലൊക്കെ വർക്ക് ചെയ്ത ഡോക്ടറാണ്. പിന്നെ ഇവിടെ ബ്രേസസ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 900 ദിറംസ് ആട്ടോ. പലയിടത്തും റേറ്റ്സൊക്കെ നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും. അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റി സർവീസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാൻ തന്നെ മെയിൻ റീസൺ. അപ്പം എല്ലാത്തരം ബ്രേസസും ഇവിടെ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വേറെയും 2 ഡോക്ടേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്, അവരുടെ സർവീസ്. ഇവരാണ് ഇവിടുത്തെ ലേഡി ഡെൻറ്റിസ്റ്റ്. ബബിത എന്നാണ് മാമിൻ്റെ പേര്. 20 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഫീൽഡിൽ. മാമിൻ്റെ സർവീസ് ഇവിടെ എല്ലാ ദിവസവും ഉണ്ടാവും, 7 days എ വീക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ എല്ലാ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്സും ചെയ്യുന്നത് റീസണബിൾ പ്രൈസിലാണ്. അതാണ് ഇവിടെ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം. പിന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് 300 ദിറംസിനാണ്. അതുപോലെ ഫുൾ മൗത്ത് സെറാമിക് വെനിയേഴ്സ്, അപ്പോൾ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സൊക്കെ ചെയ്യുന്നത് 2600 ദിറംസിനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പുറത്ത് നല്ല റേറ്റ് വരുന്ന സംഭവമാണ്. അതൊക്കെ ക്വാളിറ്റിക്ക് ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യാണ്ട് റീസണബിൾ പ്രൈസിനാണ് എല്ലാതും ചെയ്തു കൊടുക്കുന്നത്.
പിന്നെ ഇവിടെ മെയിൽ ഡെൻറ്റിസ്റ്റും കൂടി അവൈലബിൾ ആണ്, അവരുടെ സർവീസും കൂടി അവൈലബിൾ ആണ്. ഇതാണ് ഡോക്ടർ ഷിബിൽ. 10 years എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഫീൽഡിൽ. ഡോക്ടറും ഇവിടെ ഡെയിലി ഉണ്ടാവും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വീക്കെൻഡിൽ ലേറ്റ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഡോക്ടർ ഷിബിലിനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വീഡിയോ എനിക്ക് അവർ അയച്ചു തന്നതായിരുന്നു കേട്ടോ. അപ്പം ഈ ഡോക്ടേഴ്സിൻ്റെയൊക്കെ സേവനം ഈ ഷൗറൂഖ് പോളിക്ലിനിക്കിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലേഡി ജനറൽ പ്രാക്ടീഷണറും ഇവിടെ ഉണ്ട്. 15 years എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റസിയ തൻസീർ ഡോക്ടറാണ് ഇവിടുത്തെ GP. പിന്നെ വിസിറ്റിംഗ് വിസ ഹോൾഡേഴ്സിന് ഫ്രീ GP കൺസൾട്ടേഷനും കൂടി അവൈലബിൾ ആണ്. പിന്നെ 1994 ഈ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് തൊട്ടേയുള്ള ഡോക്ടറാണ് ഡോക്ടർ സുധീർ. ഇവിടുത്തെ ENT സ്പെഷ്യലിസ്റ്റാണ്. 30 years എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ്. അപ്പം ഡോക്ടറെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വന്നപ്പം കുറച്ച് ലേറ്റായിരുന്നു. അപ്പോൾ എല്ലാത്തരം റെഗുലർ ENT പ്രൊസീജിയേഴ്സും അതുപോലെ ടെസ്റ്റുകളൊക്കെ ഇവിടെയും അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റിക്ക് ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യാതെ റീസണബിൾ പ്രൈസിലാണ് എല്ലാതും അവൈലബിൾ ആവുന്നത്, എല്ലാ സർവീസും അവൈലബിൾ ആവുന്നത്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ മക്കളൊന്നും അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് വേറെ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ. വേറെ ദിവസം വൈകിട്ട് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഷോപ്പിങ്ങിനായിട്ട്. അപ്പോൾ അത് റൂയിമോളെ മുടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മളെപ്പോഴും 2 സൈഡ് ഇങ്ങനെ മൊത്തത്തിൽ കെട്ടി കൊടുക്കുന്നതുകൊണ്ട് മുടി നീളം വെച്ചത് അറിഞ്ഞില്ല. വാർന്നു കൊടുത്ത ശേഷമാണ് ജസ്റ്റ് നോക്കിയത്. കാരണം കുളിപ്പിച്ചാലും ഈ കേളി ഹെയർ ആയതുകൊണ്ട് ഇങ്ങനെ ചുരുണ്ട് കിടക്കുമല്ലോ. അപ്പോൾ കാണാൻ അത്ര രസമൊന്നുമില്ല, പക്ഷെ എന്നാലും നല്ലോണം ലെങ്ത്ത് വെച്ചിട്ടുണ്ട്. കേളി ഹെയർ ആയതുകൊണ്ട് ഇങ്ങനെ ചുരുണ്ട് കിടക്കുക. കെട്ടി കൊടുത്താലേ അത് മേലൊക്കെ കയറി കിടക്കും. അതിനെ വാർന്നിട്ട് കൊടുത്താലേ മനസ്സിലാവുള്ളൂ എത്രത്തോളം ലെങ്ത് ആണെന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി. റൂക്കി ഇങ്ങനെ മുടി ആക്കി കൊടുത്തിട്ട് മിററിൽ കാണിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തുതരാമെന്ന് പറഞ്ഞപ്പോൾ വേഗം വിളിച്ചപ്പോൾ വേഗം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്തോ പോലെയാണ്, ചെറിയ മുഖവും വലിയൊരു മുടിയൊക്കെ ഉള്ള പോലെ തോന്നി. അപ്പോൾ പിന്നെ ഞാൻ വേഗം കെട്ടി കൊടുത്തു. നമ്മളിപ്പം ഷോപ്പിങ്ങിന് പോവാണ്. ഈ കുറച്ച് എന്താ പറയുക ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാടൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് എപ്പോഴും പലരും മെസ്സേജ് അയച്ച് ചോദിക്കുന്നതാണ് ഈ ദാൽ റെസിപ്പീസ്, അതുപോലെ മില്ലറ്റ്സ് അതിൻ്റെ റെസിപ്പീസ്, ഈ ബജ്ര, രാഗി, എന്താ പറയുക വീറ്റ്, അങ്ങനത്തെ കുറേ റെസിപ്പീസ് ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കുന്നതാണ് ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചൊന്ന് ഉണ്ടാക്കി നോക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ അധികം അതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ഈ ബജ്രൊക്കെ വെച്ചിട്ട് എന്തുണ്ടാക്കാനെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്ക് കുറച്ച് റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യും. എന്തായാലും സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ബ്രൗൺ റൈസാണ് ഇക്ക പറഞ്ഞിട്ട് വാങ്ങിക്കുകയാണ് ഇക്കാക്ക് വേണ്ടിയിട്ട്. പിന്നെ കുറേ എന്താ പറയുക ബ്രോക്കൺ വീറ്റ്, ബജ്ര, രാഗി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് റീനുവിന് ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാൻ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഒലിവ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒലിവ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നോക്കിയപ്പം ഒരുപാട് വെറൈറ്റീസ്, ഇതിലിപ്പോൾ ഏതാ ചൂസ് ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷനായി. കുറേ വെറൈറ്റീസ് സ്റ്റഫ്ഡ് ആയിട്ടുള്ള ഒലിവ്സ് വരെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നോർമലായിട്ടുള്ള വാങ്ങിച്ചാൽ മതി, എന്നാൽ എല്ലാവർക്കും കഴിക്കുക, ബാക്കിയുള്ളതൊക്കെ എന്താ പാടെന്ന് നമുക്കറിയില്ല. അപ്പോൾ നോർമൽ ഒലിവ്സ് വാങ്ങിച്ചു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒലിവ്സ് കഴിക്കുന്നത്. അവൾ മാത്രം കഴിക്കുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ വല്ലപ്പോഴും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും റെസിപ്പീസിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നല്ലാണ്ട് ഞാൻ കഴിക്കാറൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.